ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്ലോവാക്യയിൽ നിങ്ങൾക്ക് വൺസ് ഒരു ജോബ് ഓഫർ കിട്ടി. ആ കിട്ടിയ ജോബ് ഓഫർ എത്രമാത്രം ലെജിറ്റിമേറ്റ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആ കമ്പനീനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ ഈ കമ്പനി ഇവിടെ ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് സെക്യൂരിറ്റി മുതലായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നാട്ടിൽ നിന്നും തന്നെ അതായത് ലീഗലായിട്ടുള്ള വേയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം ഇങ്ങനെ ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ ആളുകൾ ഇവിടെ വന്ന് എന്താ പറയുക പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റക്കായി പോവാറുണ്ട് ഈ ലെജിറ്റിമേറ്റ് അല്ലാതെ കോൺട്രാക്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഫേക്ക് ആയിട്ട്, നോട്ട് ഫേക്ക് എന്നല്ല, ഒരു ജെന്യുവിൻ വർക്ക് പെർമിറ്റ് കൊടുക്കാതെ തന്നെ ജസ്റ്റ് എന്താ പറയുക ആളുകളെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് ഏജൻസിയിൽ ആ ഒരു ബിസിനസ് നടത്തുക എന്നുള്ള ഒരു ഇതോടുകൂടി വിസ അടിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ സ്റ്റക്കായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് A to Z എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കമ്പനിയെ കുറിച്ച്, നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം അതിന്റെ ജെന്യുവിനിറ്റി അറിയാൻ വേണ്ടി, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ജോബിന്റെ ആ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാനും ഉള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ എന്തുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമുക്കൊരു ഏജൻസി ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും തരുന്നത്, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയൊരു സാധനം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അതും അവരുടേതായിട്ടുള്ള അതാത് രാജ്യങ്ങളിലായിട്ടുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സോ ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഇതുപോലെ ഒരുപാട് ഷെൽ കമ്പനികളുടെ ബേസിൽ ഇവർ വർക്ക് പെർമിറ്റ് അടിക്കുകയും അതിൽ എന്താ പറയുക ഒരു 100 പേർക്ക് ഒരു ഇമ്മീഡിയറ്റ് ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട് ജോബ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു 50 പേർക്കായിരിക്കും ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ എംബസിയിൽ ഡേറ്റ് കിട്ടുന്നത്, അതിനകത്ത് ചിലപ്പോൾ ഒരു 30 പേർക്കോ അല്ലെങ്കിൽ 20 പേർക്കൊക്കെ ആയിരിക്കും വിസ അടിച്ച് കിട്ടുന്നത്. സോ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സർവൈവിങ്, ഒരൊറ്റ ഫാക്ടറിന്റെ ബേസിൽ നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇതിൽ രാജ്യം മാറുക, അതുപോലെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസിനും കാര്യങ്ങളിലേക്കൊക്കെ ചെന്നുവിടുക, അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയും പിന്നെ ഇപ്പൊ ഈ 2025 ഈ വിസ റിജക്ഷൻസിന്റെ എണ്ണം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നഷ്ടം വരുമ്പോൾ നമുക്ക് മാത്രമാണ് വരുള്ളൂ, ഇതുപോലത്തുള്ള ഫേക്ക് ഷെൽ കമ്പനികളിലേക്ക് വന്ന് തലവെച്ച് കൊടുക്കുമ്പോൾ. അതായത് ഏജൻസിയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അവർക്ക് കാശും കിട്ടി, അവരുടെ വർക്ക് പെർമിറ്റും സെല്ലായി, എല്ലാ കാര്യങ്ങളും അവിടെ സെല്ലായിട്ടുണ്ട്. ഇവരുടെ കാര്യം നോക്കുവാണെങ്കിൽ, ഇപ്പൊ രാജ്യത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ, രാജ്യത്താണെങ്കിൽ നമ്മളെ വിസ പ്രോസസ്സിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്കും ഫീ അടച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ്, നമ്മുടെ സമയം, നമ്മുടെ എനർജി ഇതുപോലത്തുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത് നമ്മൾ ഇതാകുന്നത്. ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ നിങ്ങൾ വരുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അതായത് ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറഞ്ഞ രജിസ്ട്രേഷൻസിൽ നിങ്ങളുടെ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട EU പ്രൊട്ടക്ഷൻസ്, ജോബ് ലേബർ പ്രൊട്ടക്ഷൻസിലെല്ലാം നിങ്ങൾക്ക് വരും. അതായത് നിങ്ങളുടേതായ സാലറി ഓൺ ടൈം, അതുപോലെ തന്നെ ജോബിലുണ്ടാവുന്ന ഇൻഷുറൻസ് കവറേജ്, പിന്നെ എന്താ പറയുക എംപ്ലോയി ബെനിഫിറ്റ്സ്, അങ്ങനെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു മിസ്മാനേജ്മെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ ഈ പറഞ്ഞ കമ്പനിയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, എന്റെ സിൻസിയർ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ആ ഒരു വർക്ക് പെർമിറ്റ് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും ബെറ്റർ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ സ്കാം ചെയ്യപ്പെടുന്നതിനേക്കാളും നല്ലതാണ് നാട്ടിൽ നിന്ന് തന്നെ ഇത് കൺഫേം ചെയ്ത് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ എല്ലാം കൺഫേം ചെയ്ത് നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്നത്. രണ്ടാമത്തെ വെബ്സൈറ്റ് ആണ് FOAF. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഇതാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കമ്പനി, അതായത് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് കിട്ടിയേക്കുന്ന കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റ, എന്താണ് അവരുടെ ബിസിനസ്, അവർക്ക് എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് അവരുടെ കമ്പനി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ജസ്റ്റ് റാൻഡമായിട്ട് സെർച്ച് ചെയ്താൽ തന്നെ അവരുടെ ഈ പറഞ്ഞ എല്ലാ ഡേറ്റയും, ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് ഡേറ്റയും, അവരുടെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാ ഡേറ്റയും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് മൂന്നാമത്തെ വെബ്സൈറ്റ് VORSR. ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ചെക്ക്, സ്ലോവാക്യ ഏരിയകളിലുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്.
ഇനിയുള്ള വെബ്സൈറ്റാണ് RPO. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ലോവാക്യൻ ഫൈനാൻസ് മിനിസ്ട്രിയാണ്. ഇത് എന്താ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനി ആരാണ് ഓൺ ചെയ്യുന്നത്, അതായത് കമ്പനിയുടെ റിയൽ മുതലാളിമാർ ആരാന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഡേറ്റാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു കമ്പനിയെ കുറിച്ച് ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഡീൽ ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ ഹെഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള മുതലായ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതിന്റെ ഒരു വേറൊരു പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ TRCക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗിൽ എപ്പോഴും ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിൽ സൈൻ ചെയ്തേക്കുന്ന ആളും ഈ ഇതിനകത്തുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ആളും സെയിം നെയിം ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരാളുടെ പൊസിഷൻ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരു കമ്പനിക്ക് അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതായത് നോർമലി ഫങ്ഷണലായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി എല്ലാ ഇയറും അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വാറ്റ് രജിസ്ട്രേഷൻ, രണ്ടാമത്തെ കാര്യം എക്കണോമിക് ഓപ്പറേഷൻ രജിസ്ട്രേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കുക ഈ കമ്പനി ജെനുവിൻ ആയിട്ടുള്ള കമ്പനിയാണ്. ഇനി എങ്ങാനും ഡാറ്റ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഏജൻസിയോട് ചോദിക്കുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വൈസ് വാറ്റ് നമ്പർ വാലിഡേഷൻ ആണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ വച്ച് വെരിഫൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്.